السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربي يسر ولا تعسر وأنت أرحم الراحمين. ربി തമ്മിൻ ബിൽ ഖൈരി വസ്സആദ. ഏറെ പ്രിയങ്കരായ ഫോക്കസ് അക്കാഡമിയിലെ PSC പഠിതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഈ 2025 ഇൻഷാല്ലാ വരാനിരിക്കുന്ന PSC അറബിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ തുടക്കത്തിലാണ്. എന്ന് വെച്ചാൽ ഈ ഒരു കോഴ്സിൻ്റെ തുടക്കത്തിലാണ് എന്ന അർത്ഥത്തിലാണ്. ഒരുപാട് ആളുകൾ ഒരുപക്ഷെ നേരത്തെ തന്നെ വ്യത്യസ്ത എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. മുമ്പ് PSC എഴുതിയ ആളുകളാണ് അധികം ആളുകളും. എന്നാൽ കുറച്ച് പേരെങ്കിലും പുതുതായി PSC എഴുതുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ടച്ച് വിട്ട ആളുകളുണ്ട്. കുറെ നേരത്തെ ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ അക്കാദമിക് ഫീൽഡിൽ നിന്ന് അല്പം മാറി നിന്ന് കുറച്ച് മുമ്പ് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുകയും ഇനിയൊരു പക്ഷേ തൻ്റെ അവസാനത്തെ ഒരു ചാൻസ് ആയിരിക്കും PSC എന്ന രൂപത്തിലൊക്കെ മനസ്സിലാക്കി ഈ ഒരു PSCയിൽ തന്നെ ഇൻഷാല്ലാ എനിക്ക് ജോലി ലഭിക്കണം എന്ന അർത്ഥത്തിൽ ഫോക്കസ് അക്കാദമിയിൽ ജോയിൻ ചെയ്ത ആളുകളുണ്ട്. ഇങ്ങനെ പല രൂപത്തിലുള്ള ആളുകൾ ഈ ഒരു ശബ്ദം ശ്രവിക്കുന്നവരിലുണ്ട്, നമ്മുടെ ഈ ബാച്ചിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സിലബസിനെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ PSC അറബിക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ അതിൻ്റെ സിലബസ് ഏത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് പഠിക്കാറുള്ളത്. അപ്പം അതിൽ കോമൺ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ LP, UP, HS അല്ലെങ്കിൽ HST, പിന്നെ HSST, കോളേജിയേറ്റ്, ഈ എല്ലാ PSC എക്സാമുകളുടെയും സിലബസ് ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ പലപ്പോഴും ഉണ്ടാവാറുള്ളൂ. അതിൽ ചില ഭാഗങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങളോട് കൂടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഏരിയ ചിലപ്പോൾ സിലബസിൽ ഉൾപ്പെടാറുണ്ടെങ്കിലും മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയാണ് സിലബസ് വരുന്നത്. പിന്നെ ആ ഒരു പോസ്റ്റിൻ്റെ ഏറ്റ വ്യത്യാസങ്ങൾക്കനുസരിച്ച് കൊണ്ട് ക്വസ്റ്റ്യൻ്റെ നിലവാരത്തിൽ സ്വാഭാവികമായിട്ടും വ്യത്യാസമുണ്ടാവണം. പക്ഷെ അതും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട്. എന്ന് വെച്ചാൽ താരതമ്യേന ഉയർന്ന പോസ്റ്റായിട്ട് ഇപ്പം നമ്മൾ പരിഗണിക്കുക കോളേജിയേറ്റ്, അതുപോലെ തന്നെ HSST എക്സാമൊക്കെ ആയിരിക്കും. പക്ഷേ ചില ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഈ കോളേജിയേറ്റിലോ അതേപോലെ തന്നെ HSST ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ LPയിൽ താരതമ്യേന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും UP എക്സാമിനൊക്കെ ചിലപ്പോൾ കുറച്ച് ആഴത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്നതാണ് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾക്കനുസരിച്ച് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും നമുക്ക് ഇനി സിലബസ് ഏത് രൂപത്തിലാണ് വരുന്നത് എന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിൽ ആദ്യമായി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ പരിഗണിച്ചിട്ടായിരിക്കും ഞാൻ ഈ ഒരു ഭാഗം അവതരിപ്പിക്കുക. അപ്പോൾ ഓൾറെഡി അറിയുന്ന ആളുകൾ ക്ഷമിക്കണമെന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. അത് ഈ ഒരു സിലബസിന്റെ അനാലിസിസ് മാത്രമല്ല, നമ്മുടെ മൊത്തത്തിലുള്ള ക്ലാസ്സുകൾ ആ രൂപത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത് നഷ്ടമാവുകയില്ല. നമ്മൾ ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ആളുകൾ അല്പം അറിയുന്ന ആളുകളാണ്. അറിയാത്ത ആളുകൾ തങ്ങൾക്കൊന്നും അറിയില്ലല്ലോ എന്ന രൂപത്തിൽ എന്ത് ചെയ്യും, പരമാവധി എല്ലാ ഏരിയയും ടച്ച് ചെയ്ത് പഠിക്കാൻ പോകും. ഓൾറെഡി അറിയുന്ന ആളുകൾക്കാണ് പലപ്പോഴും അബദ്ധം സംഭവിക്കുക. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പഠിച്ച അല്ലെങ്കിൽ പഠിക്കുന്ന ഏരിയകൾ, ആ ഏരിയകൾ എനിക്ക് അത്യാവശ്യം അറിയാം എന്ന ഓവർ കോൺഫിഡൻസ് ഉണ്ടാവുകയും എന്നിട്ട് അറിയാത്ത ഏരിയകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. എക്സാമിന്
ചിലപ്പോൾ ഈ അറിയുന്ന ഏരിയയിൽ നിന്ന് അല്പം കുഴക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ആഴത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തിൽ നമുക്ക് അറിയാം എന്ന് വിചാരിച്ച ആ ഏരിയ ആയിരിക്കും ഒരു പക്ഷേ നമുക്ക് മാർക്ക് നഷ്ടപ്പെടുന്ന ഏരിയ ആയിട്ട് ആവാറുള്ളത്. ഇങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതാണ്. അപ്പോൾ അറിയുന്ന ആളുകളോടും പറയാനുള്ളത് നമ്മൾ പരമാവധി എല്ലാ ഏരിയയും ടച്ച് ചെയ്ത് തന്നെ പോവാൻ ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയൊരു ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എന്ന് വെച്ചാൽ കോഴ്സിന്റെ തുടക്കത്തിൽ എന്ന അർത്ഥത്തിൽ ഇത് നമ്മളൊക്കെ കണ്ട ഒരു സംഗതിയാണ്. എന്നാൽ ഒന്നുകൂടി ഒന്ന് ഓർമ്മയിൽപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ പലരും അപ്ലൈ ചെയ്ത് കാത്തു നിൽക്കുകയാണ് എക്സാം അല്ലെ. ഇപ്പോൾ UP എക്സാമിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളാണ് മിക്കവാറും ആളുകൾ. അതേപോലെ തന്നെ ഇപ്പോൾ വിളിച്ച നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന LP ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്ക് ക്ഷണിച്ചിട്ടുള്ള എക്സാം അതിനു വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ ഇത് ഏത് പോസ്റ്റാണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞ് ശമ്പള സ്കെയിൽ അവിടെ നൽകിയിട്ടുണ്ട്. അതെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. എന്നാലും അതൊന്നുകൂടി ഒന്ന് കാണുക. അതായത് നമ്മുടെ കൂട്ടത്തിൽ വ്യത്യസ്ത ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ ഇപ്പോൾ ജോലിക്ക് പോവാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും പണം ആവശ്യമില്ലാത്ത ആരും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിൽ ജോലിക്ക് പോകുന്ന ആളുകളെങ്കിലും എന്തായിരുന്നാലും ഉണ്ടാവും. വ്യത്യസ്ത ജോലിക്കാണ് ആളുകൾ പോവാറുള്ളത്. അപ്പൊ നമ്മുടെ നാട്ടില് സാധാരണഗതിയിൽ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ള വേതനം എന്ന് പറയുന്നത് ഇപ്പൊ താരതമ്യേന ഒരു 800 രൂപ, 900, ഇനി 1000, 1200, അതൊക്കെ ജോലിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എന്നാലും നമുക്കിപ്പോ ഒരു പിന്നെ ഇടയിലുള്ള ഒരു തുക, ഒരു 900 രൂപ പിടിക്കുകയാണെങ്കിൽ ഒരാൾക്ക് 30 ദിവസവും ജോലി ഉണ്ടെങ്കിൽ അയാളുടെ ശമ്പളമായി നമുക്ക് കണക്കാക്കാവുന്നത് 39, 27 എന്ന് വെച്ചാൽ 27,000 രൂപയായിരിക്കും അയാൾക്ക് ഒരു മാസമുള്ള വേതനം. എന്നാൽ അത്ര ഒരാൾക്ക് ഒരു കൂലിപ്പണിക്കാരന് ലഭിക്കുകയില്ല. കാരണം നമുക്കറിയാം നാട്ടിലാണെങ്കിൽ 30 ദിവസവും ജോലിക്ക് പോവുക എന്നുള്ളത് മിക്കവാറും പ്രായോഗികമാവുകയില്ല. കാരണം നമുക്കൊക്കെ എല്ലാവർക്കും വീട്ടിൽ ഒന്നുകിൽ പരിപാടി ഉണ്ടാവും ഞായറാഴ്ചകളിൽ, അല്ലെങ്കിൽ അടുത്ത കുടുംബത്തിൽ കല്യാണങ്ങൾ ഉണ്ടാവും, മറ്റു പരിപാടികൾ ഉണ്ടാവും. അപ്പോൾ ഞായറാഴ്ച മിക്കവാറും ജോലിക്ക് പോവാൻ സാധിക്കുകയില്ല. അപ്പൊ ആഴ്ചയിൽ ഒരു ലീവ് എന്തായിരുന്നാലും വേണം. അപ്പൊ 4, 36 എന്ന് വെച്ചാൽ 3600 അതിൽ നിന്ന് മിക്കവാറും ഒഴിവാവേണ്ടി വരും. പിന്നെ 30 ദിവസത്തിൽ 26 ദിവസവും ചിലപ്പോൾ ജോലി ലഭിച്ചോളണമെന്നില്ല നമ്മുടെ നാടിന്റെ അവസ്ഥ അനുസരിച്ച്. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ജോലി കഴിയാറാവുമ്പോൾ ഇനി അടുത്തത് എവിടെ എന്ന് അന്വേഷിക്കുകയും ആ സ്ഥലത്ത് റെഡിയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാ, പോയി ജോലി എടുക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ തുക തന്നെ അയാൾക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. ഇതാണ് ഒരു നാടൻ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കൂട്ടത്തിൽ തന്നെ വിവിധ കോളേജുകളിൽ പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും. അൺഎയ്ഡഡ് സ്കൂളുകളിൽ, അതുപോലെ തന്നെ അറബിക് കോളേജുകളിലും മറ്റൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ഏത് ജോലിയാണെങ്കിലും അതിന് അതിൻ്റെതായ മഹത്വമുണ്ട്. അതൊരിക്കലും ഞാൻ കുറച്ച് കാണുകയല്ല. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളിപ്പോ എത്ര വർഷമായിട്ടുണ്ടാവും അല്ലെങ്കിൽ എത്ര മാസങ്ങളായി നമ്മൾ പണിയെടുക്കുന്നുണ്ടാവും. നമുക്ക് ലഭിക്കുന്ന വേതനം എത്രയാണ്? വേതനം ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം നിങ്ങളുടെ വേതനം. നിങ്ങൾ മാസത്തിൽ എത്ര ദിവസം ജോലി ചെയ്യുന്നുണ്ട് അതും നിങ്ങൾക്കറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താ എന്നുള്ളത് നമുക്കറിയാം. പലരും PG ഉള്ള ആളുകളുണ്ട്, BEd ഉള്ള ആളുകളുണ്ട്, അഥവാ മാസ്റ്റർ ഡിഗ്രി. അതേപോലെ തന്നെ ഇനി വെറും ഡിഗ്രി ആണെങ്കിൽ ആ 3 വർഷം ഡിഗ്രി എന്ന രൂപത്തിൽ നമ്മൾ അറബിക്കൊക്കെ പഠിച്ച് നമുക്ക് ആ ബിരുദക്കം ഉണ്ടായി. നമുക്ക് ആകെ വേണ്ടത് ഇതേപോലെ PSC എക്സാം എഴുതി ഒരു കേട്ടറ്റ് 4 മാത്രമുള്ള ഒരാൾക്ക് എഴുതാവുന്ന ഒരു എക്സാം ആയിരുന്നു ഈ പറയുന്ന LP അറബിക് എക്സാം. ഇനിയിപ്പോൾ അത് DLED കൂടി നിർബന്ധമാക്കുന്ന അവസ്ഥയെത്തി. എന്നാൽ നേരത്തെ തന്നെ നമ്മൾ ഓൾറെഡി കേട്ടറ്റും അതേപോലെ തന്നെ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാതിരുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാതിരുന്ന ഒരു എക്സാം ആണ് ഈ പറയുന്ന LP അറബിക് എക്സാം എന്ന് പറയുന്നത്. ഇതിന്റെ വേതനം നോക്കൂ, 35,600 എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ
മാസത്തിൽ എന്തായിരുന്നാലും ഞായറാഴ്ചകൾ ഒഴിവാണ് അല്ലെ? അപ്പൊ 4 ലീവ് അവിടെയായി. അതേപോലെ തന്നെ ഇതുവരെ ഉള്ളതനുസരിച്ച് ശനിയാഴ്ചകളും ഒഴിവാണ്. അപ്പൊ ആഴ്ചയിൽ 2 ലീവ് എന്ന് വെച്ചാൽ ടോട്ടലി 8 ലീവ് ഒരു മാസത്തിലുണ്ട്. അതിനവിടെ ശമ്പളം കുറയുന്നില്ല. അതുപോലെ തന്നെ കലണ്ടറിലുള്ള ചോപ്പ് വരുന്ന എല്ലാ ഒഴിവുകളും എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഹോളിഡേയ്സ്, പിന്നെ ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ, 2 മാസത്തെ വേനൽ അവധി, ഇതിലൊന്നും ഇവർക്ക് ശമ്പളം കുറയുന്നില്ല. അതുപോലെ തന്നെ പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന മറ്റെന്തെങ്കിലും ലീവുകൾ ഉണ്ടെങ്കിൽ അത്, അതുപോലെ ഒരു വർഷത്തിൽ കാഷ്വൽ ലീവ് എന്ന് പറഞ്ഞ് കുറച്ച് ലീവ് അങ്ങനെയും ലഭിക്കുന്നു. പിന്നെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് 6 മാസത്തെ മെറ്റേണിറ്റി ലീവ്, അവിടെയും ശമ്പളം 5 പൈസ കുറക്കുകയില്ല. ശമ്പളത്തോടു കൂടി 6 മാസം ലീവ് എടുക്കാൻ സാധിക്കും. ഇതൊക്കെ അധ്യാപകരാവുന്ന ആളുകൾക്ക് ഗവൺമെന്റ് തലത്തിൽ ലഭിക്കുന്ന ഒരു പിന്നെ ആനുകൂല്യമാണ്. ഇത്രയും നല്ല ഒരു ജോലിയാണ് ഒരു എൽപിക് അറബിക് അധ്യാപകനായാൽ പോലും നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞ ആളുകളാണ് ഈ എക്സാമിന് വേണ്ടി നമ്മോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇത് നമുക്ക് ലഭിക്കണം എന്ന മോട്ടിവേഷൻ നമുക്കുണ്ട്. അതോടുകൂടെ ഇതേപോലെ മോട്ടിവേറ്റഡ് ആയ ഒരുപാട് ആളുകളോടൊപ്പമാണ് ഞാനും നിങ്ങളുമൊക്കെ മത്സരിക്കുന്നത് എന്നുള്ള ആ ഒരു ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാവണം. അതനുസരിച്ച് കൊണ്ടാവണം ഇന്ന് മുതൽ നമ്മുടെ പ്രിപ്പറേഷൻ. എപ്പോഴെങ്കിലൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ വരിക. ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു, ഇനിയിപ്പോൾ ഏതായാലും ഇന്ന് പങ്കെടുത്തല്ലോ, ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാവാം എന്നൊന്നും വിചാരിക്കരുത്. പരമാവധി അതാത് ദിവസത്തെ ക്ലാസ്സുകൾ നമ്മൾ അതാത് ദിവസം തന്നെ ഫോളോ ചെയ്യുക. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. ആ ക്ലാസ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് അതിനോടനുബന്ധിച്ചുള്ള ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ആ ലൈവ് ക്ലാസ്സുകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ഉണ്ടായ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനും, കൃത്യമായി നമ്മുടെ കോഴ്സിനോട് കൂടെ തന്നെ സഞ്ചരിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ഈ ഒരു ലക്ഷ്യത്തിലെത്താൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ള ഒരു കാര്യമുണ്ട്. ഫോക്കസ് അക്കാദമിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്താനാണ്. പക്ഷെ ഫോക്കസിൽ ജോയിൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഒരിക്കലും എത്തുകയില്ല. മറിച്ച് കൃത്യമായി നിങ്ങൾ കോഴ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, കോഴ്സ് ഫോളോ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പഠിപ്പിച്ചത് മാത്രമേ വരുള്ളൂ എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. എന്നിരുന്നാലും പരമാവധി ആ സിലബസ് കവർ ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതും. അൽഹംദുലില്ലാഹ് ഇതുവരെ ഈ ലിസ്റ്റുകളിലൊക്കെ വന്ന ആളുകളെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഒട്ടുമിക്ക ആളുകൾക്കും പറയാനുള്ളത് നമ്മുടെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളും നോട്ട്സും അത് മാത്രം ഉപയോഗപ്പെടുത്തി ഈ റാങ്ക് ലിസ്റ്റുകളിൽ ആദ്യ റാങ്കിൽ 1ഉം 2ഉം റാങ്കുകളിലൊക്കെ എത്തിയ ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഇതിനു പുറമെ അഡീഷണലായി വായന നടത്തുന്ന ആളുകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, HSST അതേപോലെ തന്നെ HST തലങ്ങളിൽ ആദ്യ റാങ്ക് നേടിയിട്ടുള്ള യാസീൻ സാർ നമ്മോട് പങ്കുവച്ച ഒരു കാര്യം, അതായത് PSC എന്ത് ചോദിക്കുന്നു എന്ന് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അതനുസരിച്ച് പഠിക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ആ രൂപത്തിൽ നമ്മൾ ഉയരുക എന്നുള്ളതാണ് നമ്മുടെ പഠന മേഖലയിൽ ഉണ്ടാവേണ്ടത്. ഇപ്പോ നമ്മൾ ഒരുപക്ഷെ ചിലപ്പോൾ ഒന്നും അറിയാത്ത ആളുകളായിരിക്കും. ഈ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഒരുപക്ഷെ ഒരുപാട് കാലമായി ഈ സിലബസുമായി ഒരു ബന്ധമില്ലാത്ത ആളുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ അല്പമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇനിയും ഒരുപാട് മുന്നോട്ട് പോവേണ്ടതുണ്ട് എന്ന രൂപത്തിൽ തിരിച്ചറിവ് ലഭിച്ച ആളുകളുണ്ട്. അല്പം നന്നായി പ്രിപ്പയർ ചെയ്ത ആളുകളുണ്ട്. ആരാണെങ്കിലും ശരി, നമ്മളുടെ ലെവൽ ഇന്ന് എത്ര താഴെയായിക്കോട്ടെ, നമ്മൾ പരമാവധി ശ്രമിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യ റാങ്കുകളിൽ എത്താവുന്ന രൂപത്തിൽ തന്നെ ഈ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് ഫോക്കസിന്റെ കഴിഞ്ഞകാല റിസൾട്ടുകൾ നമ്മോട് ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. കാരണം ആ ബാച്ചുകളിലൊക്കെ ഇതേപോലെ ആശങ്കകളുമായി വന്ന ആളുകൾ പിന്നീട് പലപ്പോഴും നമുക്ക് ഒരുപാട് കുട്ടികൾക്കിടയിൽ അവരാരാണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കൂല. പിന്നെ അവർ നമ്മോട് വന്ന്, സാർ എനിക്കാണ് കേട്ടോ ഫസ്റ്റ് റാങ്ക്, അല്ലെങ്കിൽ ഇന്ന റാങ്ക് ലിസ്റ്റിൽ ഇത്രാമത്തെ റാങ്കാണ് ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴാണ് അവർ മുമ്പ് പറഞ്ഞ ആശങ്കകൾ നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ഇപ്പോഴുള്ള മാനസികാവസ്ഥയൊക്കെ നമ്മൾ മാറ്റുക. ഞാൻ ഒരുപാട് താഴെയാണ്,
അതേപോലെ തന്നെ കഴിഞ്ഞ 1, 2, 3 എക്സാമുകളൊക്കെ ഞാൻ എഴുതി. പക്ഷെ അതിലൊന്നും എവിടെ എത്തിയിട്ടില്ല. ഇനിയിപ്പോ ഈ ഒരു പോസ്റ്റിലേക്ക് ഞാനിപ്പോ എഴുതിയിട്ട് ഇതാ ഇത്രയും ആളുകൾ ഇവിടെ പ്രിപ്പയർ ചെയ്യാണ്, അവരോട് കൂടെ ഞാൻ മത്സരിച്ചിട്ട് കാര്യമുണ്ടോ? അതൊന്നും നമ്മൾ അത്തരം ആശങ്കകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ പഠന നിലവാരം മെച്ചപ്പെടുക. നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിർണയിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഗണത്തിലേക്ക് ആദ്യ റാങ്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക എന്നുള്ള തിരിച്ചറിവുണ്ടാവുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഉഷാറായിട്ട് എല്ലാവരും ഈ പഠന രീതിയിൽ മുന്നോട്ട് സഞ്ചരിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു സംഗമത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ ആമുഖ ഭാഷണമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ അതിനോട് കൂടെ ഒരൊറ്റ കാര്യവും കൂടി എന്ന് വെച്ചാൽ, നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പല തരത്തിലുള്ള ആളുകളുണ്ട്. എന്ന് വെച്ചാൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അധികം ആളുകളും. അതുപോലെ തന്നെ ജോലിയോടൊപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേതായ ഉത്തരവാദിത്തം ഉണ്ടാവും, തൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ. അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഉള്ളവരും ഇല്ലാത്ത ആളുകളും ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. പിന്നെ ചെറിയ കുട്ടികൾ ഉണ്ടാവും. ഓൺലൈൻ കോച്ചിങ് ആണ്. നമുക്ക് ക്ലാസ് കേൾക്കാനുള്ള സംവിധാനം എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോൺ ആയിരിക്കും. ആ മൊബൈൽ ഫോൺ തന്നെയാണ് മദ്രസയിലെ കുട്ടികളുടെ മീറ്റിംഗ് ഉണ്ടാവുക. അതുപോലെ തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ള ഹോംവർക്ക് അയക്കുക, അതൊക്കെ ഈ മൊബൈൽ ഫോൺ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ലിമിറ്റുകൾക്കുള്ളിൽ നിന്ന് നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. എല്ലാവരും പഠിക്കാണല്ലോ, ഞാൻ മാത്രം, എനിക്ക് മാത്രം തിരക്ക്, എനിക്ക് മാത്രം ജോലി തിരക്ക്, എനിക്ക് മാത്രം എൻ്റെ കുട്ടിക്ക് സുഖമില്ല, അല്ലെങ്കിൽ വീട്ടിൽ ഇന്നാലിന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ പലരെയും അലട്ടിക്കൊണ്ടിരിക്കും. ഇനി ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവിടെ സ്കൂളിന്റെ എല്ലാ ഉത്തരവാദിത്വം എനിക്കാണ്. അതേപോലെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സിന്റെ മൊത്തത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അതുപോലെ ആ സ്കൂളിന്റെ മൊത്തം വിഷയങ്ങൾ എൻ്റെ തലയിലായതുകൊണ്ട് എനിക്ക് ക്ലാസ് ഒന്നും കേൾക്കാൻ സാധിക്കുന്നില്ലല്ലോ. ക്ലാസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും PDF ക്ലാസ്സുകളൊക്കെ ലഭിക്കുമ്പോൾ നമ്മളിങ്ങനെ ചില ദിവസങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാത്ത അവസ്ഥ പോലും ഉണ്ടാവും. പക്ഷെ പിന്നെ കുറച്ചിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പെൻഡിങ് വരുമ്പോൾ നമുക്കിങ്ങനെ ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഇല്ലാതിരിക്കാൻ നമ്മൾ എന്താ വെച്ചാൽ ആദ്യം തന്നെ ഒരു തീരുമാനം നമ്മൾ എടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ എഴുതാനിരിക്കുന്ന എക്സാം, അതിൽ ആദ്യ റാങ്ക് ലഭിക്കുന്ന ഒരാൾ എന്തായാലും ഉണ്ടാവുമല്ലോ. നമ്മൾ മനസ്സിലാക്കുക, അയാൾക്കുണ്ടാവും ഇതേപോലെ ഓരോരോ പ്രശ്നങ്ങൾ. നമ്മുടേതല്ലെങ്കിൽ സമാനമായ മറ്റു പ്രശ്നങ്ങൾ ഈ എക്സാം എഴുതുന്ന ഓരോരുത്തർക്കും ഉണ്ട്. നമ്മൾ വിചാരിക്കരുത് നമുക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. എല്ലാവരും വ്യത്യസ്ത രൂപത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ ആ പ്രശ്നങ്ങൾക്കിടയിലും അവരെന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ സമയങ്ങൾ കണ്ടെത്തുന്നു. ഇതുപോലെ നാം അറിയുക, ഈ എക്സാമിൽ ഒരു പക്ഷെ എനിക്ക് ഇനി ചാൻസ് ലഭിച്ചില്ലെങ്കിൽ ഇനി അടുത്തൊരു എക്സാം ഇനി എന്ന് നടക്കുന്നുള്ളത് അറിയില്ല. ആ സമയത്ത് തന്നെ ഒരു പക്ഷേ നമ്മൾ ഏജ് ഓവർ ആയേക്കാം. അതേപോലെ തന്നെ ഇത്ര നമ്മളിപ്പോ ഈ എഫേർട്ട് എടുക്കുന്ന ഇതിനേക്കാളും ഒരു പക്ഷെ കോമ്പറ്റീഷൻ കൂടിയേക്കാം. അപ്പൊ അതുകൊണ്ട് ഇത്തവണ തന്നെ ഞാൻ ആ റാങ്ക് ലിസ്റ്റിൽ വരും എന്ന് നമ്മൾ തീരുമാനിക്കുകയും പരമാവധി കിട്ടുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്കൊക്കെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാത്ത ഒരാളുമില്ല. ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇങ്ങനെ നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്ന് അതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോവാൻ സാധ്യമല്ല. മറിച്ച് അതൊക്കെ അല്പം ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളെപ്പോഴും കേൾക്കാറുള്ള പോലെ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ, തിരയടങ്ങിയിട്ട് ഒരിക്കലും കപ്പല് വെള്ളത്തിലേക്ക് ഇറക്കാം എന്ന് വിചാരിച്ചാൽ നടക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ തിരകൾക്കിടയിലേക്ക് എന്ത് ചെയ്യണം? കപ്പല് ഇറക്കന്നെ വേണ്ടി വരും. അതേപോലെ നമ്മുടെ ഈ പ്രയാസങ്ങൾക്കിടയിൽ, തിരക്കുകൾക്കിടയിൽ അല്പാൽപം സമയമൊക്കെ നമ്മളിങ്ങനെ നീക്കിവെച്ച് നമ്മൾ ഒരു ഷെഡ്യൂൾ നമ്മൾ ഇടുക. ഒരുപക്ഷെ ചിലപ്പോൾ രാത്രി എല്ലാവർക്കും വായിച്ചു കൊള്ളാൻ സാധിച്ചോളണമെന്നില്ല, അപ്പോൾ വായിക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അപ്പോൾ കുറച്ച് നേരത്തെ എക്സാമിന് ഇനിയിപ്പോ ഒരു 4 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം ഒക്കെ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഈ 4 മാസം നമ്മൾ വീട്ടിലുള്ള നമുക്ക് പറയാൻ പറ്റുന്ന ആളുകളോട് നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി അല്പം സമയം അഡ്ജസ്റ്റ് ചെയ്യണം. ഇൻഷാ അല്ലാ ഞാൻ 4 മാസം കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? എൻ്റെ ഷെഡ്യൂളൊക്കെ പഴയ പോലെ തന്നെ ആക്കാം. പക്ഷെ ഈ സമയത്ത് ഞാൻ അല്പം പഠിച്ചാൽ ഇൻഷാ അല്ലാ ഒരു ഗവൺമെന്റ് ജോലിയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന രൂപത്തിലൊക്കെ നമ്മൾ പറഞ്ഞു വെച്ച് അല്പം
ഒരു ഷെഡ്യൂളായിട്ട് തന്നെ നമ്മൾ നമ്മുടെ പഠനവുമായി മുന്നോട്ട് പോവുക എന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നമ്മുടെ സിലബസിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ LP എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ഇതേ സിലബസ് തന്നെയാണ് UP അറബിക് എക്സാമിനും വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പോ കഴിഞ്ഞ ഒരു LP എക്സാമിന് വന്ന സിലബസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇതേ രൂപത്തിൽ തന്നെയാണ് കഴിഞ്ഞ കാല എക്സാമുകളിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോ അതിൽ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് 20 മാർക്കിന് GK ആണ് വരുന്നത്, ജനറൽ നോളജ്. അതിലിവിടെ കേരള റിനൈൻസൻസ്, അതുപോലെ തന്നെ ഫ്രീഡം മൂവ്മെന്റ്, ഈ ഒരു ഏരിയയാണ് GKയിൽ ആദ്യ ഭാഗം. പിന്നെ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും. അതിൽ 20 മാർക്കിനാണ് നമുക്ക് വരുന്നത്. ഇംഗ്ലീഷിലാണ് ആ ഭാഗം നമുക്ക് എക്സാം എഴുതാനുണ്ടാവുക. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നാളെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഭാഗം നമ്മളിപ്പോൾ തൽക്കാലം പറയുന്നില്ല. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ മനസ്സിലാക്കാം. ഇനി പാർട്ട് 2, ബാക്കി ഭാഗം അറബിക്കാണ്. അതിൽ 80 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്, ടോട്ടലി 80 മാർക്കിന്. അപ്പോൾ ആ 80 മാർക്കിന് വരുന്ന ഭാഗം സാധാരണ ഇപ്പൊ നമ്മളൊക്കെ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളാണ്. ആ കേട്ടറ്റ് എഴുതിയ നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. എന്ന് വെച്ചാൽ നോക്കൂ നിങ്ങൾ, ഇത്രയും ഏരിയയാണ് നമുക്ക് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാവുക. ഏതൊക്കെയാണ്? ഒന്ന് താരീഖുൽ അദബിൽ അറബി, അവിടെ അറബി സാഹിത്യ ചരിത്രമാണ്. അറബി സാഹിത്യ ചരിത്രം എന്ന് പറയുമ്പോൾ പ്രീ ഇസ്ലാമിക് പീരീഡ് മുതൽക്ക് ഇങ്ങോട്ട് ആധുനിക കാലഘട്ടം വരെ, എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നിവസിക്കുന്ന കാലഘട്ടം വരെയുള്ള അറബി സാഹിത്യത്തിന്റെ ചരിത്രമാണ്. എന്ന് വെച്ചാൽ ജാഹിലി കാലഘട്ടം മുതൽ അസറുൽ ഇസ്ലാമി, അസറുൽ ഉമവി, പിന്നെ അസറുൽ ദഹബി എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ അസറുൽ അബ്ബാസി, പിന്നെ അസറുൽ ഇൻഹിത്വാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന അസറു തുർക്കി എന്ന് പറയുന്ന കാലഘട്ടം. അതുപോലെ അതിനുശേഷം ബൃഹത്തായ ഒരു കാലഘട്ടം, നമ്മൾ ഇന്ന് നിവസിക്കുന്നത് വരെയുള്ള കാലഘട്ടമായിട്ടുള്ള അസ്റുൽ ഹദീസ്, എന്ന് വെച്ചാൽ 1798 മുതൽക്ക് തുടങ്ങി ഈ ഒരു കാലഘട്ടം വരെയുള്ള അറബി സാഹിത്യ ചരിത്രം. പിന്നെ അതിനിടയിൽ വരുന്ന 2 ഭാഗങ്ങൾ എന്ന് വെച്ചാൽ അബ്ബാസി കാലഘട്ടത്തിന്റെ ആ ഒരു അവസാനത്തോടുകൂടി ആരംഭിക്കുന്നതാണ്. അബ്ബാസി കാലഘട്ടം, ഉമവി കാലഘട്ടം അവസാനിച്ച് അബ്ബാസി കാലഘട്ടം തുടങ്ങുന്ന ഏകദേശം അതിന് സമാനമായിട്ട് തന്നെ 132 അബ്ബാസി കാലഘട്ടം ആരംഭിക്കുന്നത് നമുക്കറിയാം. അതേ സമയത്ത് 136 സ്പെയിനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്ലാമിക ഭരണം വന്നു. അപ്പൊ അവിടെ അറബി സാഹിത്യത്തിന്റെ വളർച്ച വരുന്നുണ്ട്. അപ്പോ ആ ഒരു സ്പെയിനുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. അറബി സാഹിത്യം അവിടെ വളർന്നതും അവിടെ കുറച്ച് അറബി സാഹിത്യകാരന്മാരെ കുറിച്ചെല്ലാം നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. പിന്നെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് അറബിക് ഗ്രാമറാണ്. ഈ ഏരിയകളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. നമ്മൾ ഡിഗ്രിക്കോ അല്ലെങ്കിൽ പ്രിലിമിനറി പഠിച്ച ആളുകൾ ആ സമയത്തോ, ഇനി ദർസിലും മറ്റൊക്കെ പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തൊക്കെ നമ്മൾ പഠിച്ച ഏരിയകൾ തന്നെയാണ്. പക്ഷെ അതൊന്നുകൂടെ എക്സാം ഓറിയന്റഡ് ആയി പഠിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതാണിപ്പോ ഇവിടെ വേണ്ടതുള്ളൂ. ഇൽമുൻ നഹവ്, അറബിക് ഗ്രാമറാണ്. പിന്നെ ഒരേ മൊഡ്യൂളായി വരുന്നതാണ് ഇൽമുൽ ബലാഗ വൽ അറൂൽ വൻ നഖദ്. ഇതിപ്പോ ഒരു മൊഡ്യൂളായിട്ടാണ് ഇപ്പൊ സാധാരണ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും വരാറുള്ളത്. എന്ന് വെച്ചാൽ റിട്ടോറിക്, പ്രോസഡി, ക്രിറ്റിസിസം. എന്ന് വെച്ചാൽ ഇൽമുൽ ബലാഗ, ബലാഗ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. റിട്ടോറിക് നമ്മൾ അറബി സാഹിത്യം എന്ന് പറയും, പക്ഷെ അതിലപ്പുറം പിന്നെ ഈ അതില് സാധാരണ പഠിക്കാനുള്ളത് ഇൽമുൽ ബയാൻ, അതേപോലെ തന്നെ ഇൽമുൽ ബദിയ, ഇൽമുൽ മആനി. ഇങ്ങനെ 3 ഇനങ്ങളാണ് ഇൽമുൽ ബലാഗയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വിശദമായി തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ അടുത്തത് പ്രോസഡിയാണ്, എന്ന് വെച്ചാൽ ഛന്ദശാസ്ത്രം എന്നാണ് മലയാളത്തിൽ പറയാറുള്ളത്. എന്ന് വെച്ചാൽ അറബിക് കവിതാ ശാസ്ത്രം. പിന്നെ ക്രിട്ടിസിസം, നിരൂപണ ശാസ്ത്രമാണ് അറബിക് സാഹിത്യത്തിന്റെ നിരൂപണം. അതാണ് ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള 3 കാര്യങ്ങൾ. അവയിൽ നിന്നിപ്പോ സമീപകാലത്തൊക്കെ ഏകദേശം ഒരു
10-12 ക്വസ്റ്റ്യൻ വരെ നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ രൂപത്തിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് അൽ അദബുൽ അറബി അൽ ഹിന്ദി, അതേപോലെ തന്നെ അൽ അദബുൽ അറബി ഫി കേരള. എന്ന് വെച്ചാൽ നമ്മൾ നിവസിക്കുന്നത് ഇന്ത്യയിലാണ്, അതിൽ തന്നെ കേരളത്തിലാണ് എന്നുള്ളത് കൊണ്ട് അറബി സാഹിത്യം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ, അതുമായി റിലേറ്റഡ് ആയി ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോ താരീഖുൽ അദബുൽ അറബി എന്നതിൽ തന്നെ പെടുന്നതാണെങ്കിലും പ്രത്യേകമായി ഈ ഒരു ഏരിയ നമുക്ക് വേറെ തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ അതിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ തുറുഖുത്ത് തദ്രീസ്, ഇതിപ്പോ സമീപകാല എക്സാമുകളിൽ കുറച്ച് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ്. അതിലും ഇൻഷാല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. എന്നുവെച്ചാൽ അറബിക് പെഡഗോജി എന്ന രൂപത്തിൽ നമ്മൾ കേട്ടറ്റിന് ഓൾറെഡി പഠിച്ച ഭാഗം ഒന്നുകൂടി എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊന്ന് പഠിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിനോടനുബന്ധമായി വരുന്നത് തന്നെയാണ് കിതാബു ദാരിസ് വൽ മുദരിസ്. എന്ന് വെച്ചാൽ നമ്മൾ 1 മുതൽ 4 വരെ എൽ പി സ്കൂളിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇനി 5 വരെ എൽ പി സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നു. പിന്നെ അതിനോട് ശേഷം അപ്പർ പ്രൈമറി അഥവാ യു പി സ്കൂളിൽ പഠിപ്പിക്കുന്നു. പിന്നെ ഹൈസ്കൂളിലാണെങ്കിൽ HST പിന്നെ അവിടെ നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ സ്കൂളുകളിലെ ടെക്സ്റ്റ് പുസ്തകം നമ്മൾ കൃത്യമായി അനാലിസിസ് ചെയ്യണം, കൃത്യമായി നമ്മൾ പഠിക്കണം. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പിന്നെ വീട്ടിൽ ഏതെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ പുസ്തകങ്ങളൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു PSC എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നാലും ആ പുസ്തകങ്ങൾ നമ്മൾ നോക്കിയിരിക്കണം. അതും ചെറിയ രൂപത്തിൽ നോക്കിയാൽ പോരാ, നന്നായി നമ്മൾ അനാലിസിസ് ചെയ്യുക തന്നെ വേണം. അപ്പൊ അതിലും കൃത്യമായി നിങ്ങൾക്ക് എങ്ങനെയാണ് ആ വിഷയം പഠിക്കേണ്ടത് എന്ന രൂപത്തിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ പുസ്തകങ്ങളുടെ പൂർണ്ണമായ അനാലിസിസ് ലഭിക്കുന്ന രൂപത്തിലുള്ള ക്ലാസ്സും ഈ ഒരു അറബിക് പെഡഗോജിയുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ നൽകാറുണ്ട്. അതുപോലെ തന്നെ ഒന്നാണ് കിതാബുൽ മുദരിസ്, എന്ന് വെച്ചാൽ ഹാൻഡ് ബുക്ക്, അധ്യാപകർക്കുള്ള ഹാൻഡ് ബുക്ക്. അപ്പോ അതിന്റെ ഒരു അനാലിസിസ് കൂടി ഇൻഷാല്ല നമ്മൾക്ക് നടത്തേണ്ടതുണ്ട്. അതും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഇൻഷാല്ല ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ട്രാൻസ്ലേഷൻ ആണ്, അത്തർജുമ, അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്കും. അതിൽ നിന്നും ഇപ്പോൾ സമീപകാല എക്സാമുകളിലൊക്കെ ക്വസ്റ്റ്യൻസ് ധാരാളം വന്നിട്ടുണ്ട്. പലരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എക്സാമുകൾ, അതിലൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷന്റെ ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒരു വൈഡായ ഒരു ഏരിയയാണ്, എന്നാൽ നമുക്ക് അല്പം ചെറിയൊരു ധാരണയുണ്ടെങ്കിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ് അൽ മഅലൂമാത്തുൽ ആമ്മ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മഅലൂമാത്ത് ആമ്മ അനിൽ ആലമിൽ അറബി, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അറബ് ലോകവുമായി ബന്ധപ്പെട്ട ജനറൽ നോളജ്. അതിലിപ്പോൾ കാര്യമായി അറബ് രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അംലാത്ത് എന്ന് വെച്ചാൽ കറൻസികൾ, അതേപോലെ തന്നെ ഇപ്പോ സമകാലികമായി നമ്മൾ നോക്കി വെക്കേണ്ടപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ, അതേപോലെ തന്നെ ആ രാജ്യങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അത്, അങ്ങനെ പ്രധാനപ്പെട്ട ആ അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അവിടെ നമുക്ക് നോക്കാനുള്ളത്. ഇത്രയാണ് ഈ ഒരു സിലബസിൽ നമുക്ക് സാധാരണഗതിയിൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും വരാറുള്ളത്. ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു LP അറബിക്കിന്റെ തന്നെ സിലബസ് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഏരിയകൾ തന്നെയാണ്. അതിലിപ്പോ അന്നഹവു വസ്വറഫ് എന്ന് വെച്ചാൽ അറബിക് ഗ്രാമറിന്റെ ഏരിയയിൽ പ്രത്യേകമായി സിലബസിൽ പറഞ്ഞിട്ടുള്ളവ ഇത്രയും ഏരിയകളാണ്. എന്ന് വെച്ചാൽ അൽ കലിമത്തു വ അൻവാഉഹ, അവിടെ ഇസ്മ, ഫിഅല്, ഹർഫ്, അഖ്സാമുൽ ജുംല എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണഗതിയിൽ നഹ്വിൽ പഠിക്കുന്ന ഒരു ഏരിയയാണ്. പിന്നെ അൽ ജുംലത്തുൽ ഇസ്മിയ, അൽ ജുംലത്തുൽ ഇസ്മിയ അവിടെ മുബത്തദ, ഖബർ, പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം. എന്ന് വെച്ചാൽ മുബത്തദവും ഖബറും, അതിലിപ്പോ മുബത്തദന്റെ സാധാരണഗതിയിലുള്ള ഹുക്മ് നമുക്കറിയാം, അത് ആദ്യത്തിൽ വരിക എന്നുള്ളതാണ്. ഖബർ അതിനോട് തുടർച്ചയായി വരിക എന്നുള്ളതാണ്. എന്നാൽ അത് ചിലപ്പോ മറ്റു രൂപങ്ങളിൽ, എന്ന് വെച്ചാൽ മുബത്തദ പിന്തിയിട്ടും ഖബർ മുന്തിയിട്ടും ഒക്കെ വരാറുണ്ട്. അപ്പോ അതിനനുസരിച്ച് വരുന്ന നിയമങ്ങൾ, അതേപോലെ തന്നെ മൊത്തത്തിൽ അതുമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടവ. പിന്നെ ജുംല ഫിഅലിയ, അതേപോലെ തന്നെ മുബത്തദവും ഖബറുമായി ബന്ധപ്പെട്ട് തന്നെ ചേർത്ത് നമ്മൾ പഠിക്കുന്ന ഒന്നാണ് നവാസിഹുകൾ.
എന്ന് വെച്ചാൽ കാന വാഹവാത്തും അതേപോലെ തന്നെ ഇന്ന വാഹവാത്ത് അതേപോലെ തന്നെ കാദ വാഹവാത്ത് പോലെയുള്ള ഈ നവാസിഹുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ അൽ ഫാഇലു വ നാഇബുൽ ഫാഇൽ, അൽ മഫാഇൽ, അൽ ലാസിം വൽ മുതഅദ്ദി, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ക്ലാസ് പിന്നീട് വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അൽ ഇഅറാബു വൽ ബിനാ, അതിലിപ്പോ ഇസ്മുകളിലും അതേപോലെ തന്നെ ഫിഅലുകളിലും ഹർഫുകളിലും എന്ന് വെച്ചാൽ മബ്നിയും അതേപോലെ തന്നെ മുഅറബും ഇവ ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ ഷിബ്ഹ് ജുംല, അവിടെ ഇലാഫത്ത് അതേപോലെ തന്നെ സിഫത്ത്, ഷിബ്ഹ് ജുംലയും ഇലാഫത്തും സിഫത്തും ഈ ഏരിയകൾ നമുക്ക് പഠിക്കാനുണ്ട്. നക്കിറയും മാരിഫയും, അതുപോലെ തന്നെ ഹാല്, തംയീസ്, അദദ്, മഅദൂദ്. സാധാരണ നമ്മൾ മൻസൂബാത്തിന്റെ ഏരിയയിൽ പഠിക്കുന്ന ഭാഗങ്ങളാണ് ഇവയെല്ലാം. അതേപോലെ സീഗത്ത തഅജ്ജുബ് എന്ന് വെച്ചാൽ തഅജ്ജുബിന്റെ സീഗകള്, അസ്മാ ഉൽ ഖംസ, അസ്മാ ഉൽ ഖംസയും അതേപോലെ തന്നെ അഫ്ആലുൽ ഖംസയും. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയുന്നതായിരിക്കും, കാരണം നഹ്വ് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഇഅറാബുൽ ഫുറൂഇന്റെ ഏരിയയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണത്. അപ്പോ ഇവ രണ്ടും, പിന്നെ നവാസിബുകളും അതേപോലെ തന്നെ ജവാസിമുകളും, അസ്മാ ഉൽ ഇഷാറ, അസ്മാ ഉൽ മൗസൂല, അദവാത്തുൽ ഇസ്തിഫ്ഹാം, അൽ ലമാഇർ, ലമീറുകളെ കുറിച്ച്. പിന്നെ മുജറദ് മസീദ് എന്ന് വെച്ചാൽ നമ്മൾ സർഫിൽ പഠിക്കുന്ന ഏരിയയാണ്. അവിടെ സുലാസി മുജറദും അതേപോലെ തന്നെ റുബാഇ മുജറദും. പിന്നെ അസ്വഹീഹ് വൽ മുഅത്തൽ, ഇസ്മുൽ ഫാഇൽ വൽ മഫ്ഊൽ, മസ്ദറുകള്, ജംഅ്, ജംഅയില് ജംഉൽ മുദക്കർ അസ്സാലിം, അതേപോലെ തന്നെ ജംഉൽ മുഅന്നസ് അസ്സാലിം, ജംഉ തക്സീർ, ഇങ്ങനെ ജംഇന്റെ എല്ലാ ഏരിയയും അതിൽ വരും. ഫിഅലുൽ അംർ, പിന്നെ ഫിഅലുകളുടെ തസ്രീഫുകൾ, അടുപ്പോ സുലാസി, റുബാഇ, അതേപോലെ തന്നെ മസീദ് ഫീഹിമ, അവ രണ്ടിലുള്ള മസീദുകളും. പിന്നെ ഇസ്മുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ എക്സാമുകളിലൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയയാണ് മഖസൂർ, മംദൂദ്, മങ്കൂസ്. ഇതൊക്കെ നമുക്കറിയുന്നവ തന്നെ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യാന്ന് പൊടിത്തട്ടിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇത്രയാണ് ഈ ഒരു നഹ്വിന്റെ ഏരിയയിൽ സിലബസിൽ പ്രത്യേകമായി കൊടുത്തത്. അപ്പോൾ ഇതിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ ലഭിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ലഭിക്കും എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായി അതാത് ദിവസത്തെ ക്ലാസ്സുകൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുള്ളൂ. കാരണം നമുക്ക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക മാത്രമല്ല വേണ്ടത്, ക്ലാസ് നമ്മൾ ലഭിക്കുന്നു, അതോടൊപ്പം എന്ത് ചെയ്യണം, നമ്മൾ അതാത് ആഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കഴിഞ്ഞ ആഴ്ചയിലെ ഓരോ ഭാഗങ്ങളും ഒന്ന് റിപ്പീറ്റ് ചെയ്യുക കൂടി ചെയ്തെങ്കിലേ നമുക്ക് കഴിഞ്ഞ പാഠങ്ങളൊക്കെ ഒന്നുകൂടി ഓർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൂടെ എന്ത് ചെയ്യണം, നമ്മുടെ നടക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ അതാത് ദിവസം തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ ലൈവ് ക്ലാസ്സുകൾ, അത് ലൈവായിട്ട് തന്നെ പങ്കെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അത് എന്തിനാന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നൽകിയ ക്ലാസ്സുകളെ ബേസ് ചെയ്തിട്ടാണ് ലൈവ് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ആ ലൈവ് ക്ലാസ്സിൽ നമ്മൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, നമുക്ക് ലഭിച്ച ക്ലാസ്സുകൾ കേട്ടു എന്നാണ് അർത്ഥം. അപ്പോഴേ നമ്മൾ ഈ കോഴ്സ് ഫോളോ ചെയ്തു എന്നുള്ളത് പൂർണ്ണമായും നമുക്ക് ഒരു കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോഴേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ അടുത്തത് നഖദ്, ബലാഗ, അറൂദ്, ഇത് മൂന്നും ഒരു മൊഡ്യൂൾ ആയിട്ടാണ് വരിക, നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ ഈ ഒരു സാധാരണ ഇപ്പൊ ഈ നഖദുമായി ബന്ധപ്പെട്ട് ഇപ്പോ എന്തായിരുന്നാലും ഒരു 1, 2, 3 ചോദ്യങ്ങൾ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ വരാറുണ്ട്. അപ്പൊ അതിലൊന്നിപ്പോ താരിഫുൻ നഖദുൽ അദബി, അതേപോലെ തന്നെ അനാസുറുൽ അദബ്, അതിലിപ്പോ 4 എണ്ണമാണ് അനാസുറുൽ അദബായി വരുന്നത്: ആത്തിഫത്ത്, ഖയാല്, ഉസ്ലൂബ്, മഅനി. പിന്നെ അടുത്തത് ബലാഗ. ബലാഗയില് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് വരുന്നത്: ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, ഇൽമുൽ ബദിയ. ഇങ്ങനെ 3 ഭാഗങ്ങൾ. അതിലിപ്പോ ഇവിടെ ചിലതാണ് ഇവിടെ എടുത്തു കൊടുത്തിട്ടുള്ളൂ. അത് പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നോക്കുക തന്നെ വേണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അത് വെറും ആ ഭാഗങ്ങൾ
പറഞ്ഞു പോവുക എന്നതിലപ്പുറം ഇതുവരെ വന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകളിലെ ക്വസ്റ്റ്യൻസ് എല്ലാം അനാലിസിസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുക. എത്ര അറിയാത്ത ആളാണെങ്കിലും നിങ്ങൾക്ക് ഏതൊരാൾക്കും ഫോളോ ചെയ്യാവുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ ഓരോന്നും നിങ്ങൾക്ക് നൽകുന്നത്. അതിപ്പോ അറബിക് ഗ്രാമർ, ഇൽമുൽ നഹ്വ് ആയിരുന്നാലും, അതേപോലെ തന്നെ ഇൽമുൽ ബലാഗ, അതേപോലെ തന്നെ ഇൽമുൽ അറൂദ്, ഇനി ലിറ്ററേച്ചർ, ഏതായിരുന്നാലും നിങ്ങൾക്ക് ആ രൂപത്തിലുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ലഭിക്കുക. അപ്പോൾ ഒരു വിഷയവും നമ്മൾ എന്ത് ചെയ്യരുത്, മാറ്റി നിർത്തരുത്. കാരണം നമുക്കറിയാം നല്ല കോമ്പറ്റീഷനാണ് ഇപ്പോൾ ഈ ഒരു എക്സാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എഴുതിയ ആളുകൾക്ക് എന്തായിരുന്നാലും അറിയാം. എന്നാൽ പുതുതായി എഴുതുന്ന ആളുകളോട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്, നമ്മൾ കേട്ടറ്റിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുവരെ നടന്ന എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്ത പോലെ ലാഘവത്തോടു കൂടി ഒരിക്കലും നമ്മൾ കാണരുത്. മറിച്ച് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സമയം ഉപയോഗിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് കേട്ട് ആരും വേജാറാവും വേണ്ട. ഇതിപ്പോ എനിക്ക് സാധിക്കുമെന്നൊന്നും വിചാരിക്കേണ്ടതില്ല. എത്രയോ ആളുകൾ ഫോക്കസിന്റെ ചരിത്രത്തിൽ നമുക്കിപ്പോ ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നമുക്കുള്ളത്. അതിൽ അൽഹംദുലില്ലാ എത്രയോ ആളുകൾ ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചു. ഇനി ഈ അടുത്ത ദിവസങ്ങളിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ ലിസ്റ്റിൽ ഇനിയും വരാൻ നിൽക്കുന്ന ആളുകളുണ്ട്. അതേപോലെ ഇൻഷാ അല്ലാഹ് ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് നാളെ PSC ലിസ്റ്റുകളിൽ ഉണ്ടാവും, ആദ്യ റാങ്കുകളിൽ തന്നെ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അതിൽ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വഫഖക്കുമുല്ലാഹു ജമീഅ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ താരീഖുൽ അദബാൻ, അറബിക് ലിറ്ററേച്ചർ. അറബിക് ലിറ്ററേച്ചറിൽ അൽ അസ്റുൽ ജാഹിലി, അതേപോലെ തന്നെ അൽ അസ്റുൽ ഇസ്ലാമി, വൽ അസ്റുൽ ഉമവി. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയുന്നില്ല. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് ഓരോ ഭാഗങ്ങളും എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കാം. അതേപോലെ അൽ ഖുർആനു വ ജംഉഹു വ തദ്വീനുഹു, അസ്റുൽ ഇസ്ലാമി എന്ന ഏരിയയിൽ തന്നെ അതിനോടനുബന്ധമായി വരുന്ന ഒരു ഭാഗമാണത്. തഅ്സീറുൽ ഖുർആൻ വൽ അഹാദീസ് ഫിൽ ലുഗൽ അറബിയ വ ആദാബിഹ. അൽ അസ്റുൽ അബ്ബാസി, അതിൽ ആ ഏരിയയാണ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്, അബ്ബാസി കാലഘട്ടം. കാരണം അറബി സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം അൽ അസ്റു ദഹബി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്, സുവർണ കാലഘട്ടം അറബി സാഹിത്യത്തിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ സാഹിത്യകാരന്മാരെ, കുറച്ച് കൂടുതൽ ഗ്രന്ഥങ്ങൾ ഒക്കെ പഠിക്കേണ്ട ഒരു ഏരിയയാണ് അസ്റുൽ അബ്ബാസി എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് കവികൾ ആ കാലഘട്ടത്തിൽ വരുന്നുണ്ട്, അഷ്യാറുൽ അറബി അൽ അബ്ബാസി. അപ്പൊ അതില് പ്രധാനപ്പെട്ട കവികൾ ഇപ്പോൾ ഇവിടെ അബു നുവാസ്, അൽ ബുഹ്തുരി, മുത്തനബി, അബുൽ അത്താഹിയ, അൽ മഅരി എന്ന് വെച്ചാൽ അബുൽ അല അൽ മഅരി. ഇത്രയും ഇങ്ങനെ ഒരു 5 പേരെയാണ് ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ 5 പേര് മാത്രം അബ്ബാസി കാലഘട്ടത്തിൽ പ്രസിദ്ധരായ മറ്റു ചില കവികൾ കൂടിയുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും ഈ സിലബസിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, പ്രധാനപ്പെട്ട ആളുകളെ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ് എടുക്കുക. കാരണം ആ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ചോദ്യം വരാം. അപ്പൊ ഇവിടെ തന്നെ അബ്ബാസി കാലഘട്ടത്തെ കവികളെ കുറിച്ച് പറയാന്ന് പറയുമ്പോൾ എന്തായിരുന്നാലും എല്ലാവരുടെയും അറബി സാഹിത്യം പഠിച്ച ആളുകളുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന 3 ആളുകളുണ്ട്. ബുഹ്തുരി, മുത്തനബി, അതിനോട് കൂടെ ഒരാൾ കൂടിയുണ്ട്. ആരാണ് പറയാം, ആർക്കും പറയാം. അബൂ തമാം. അപ്പോ അബൂ തമാമയുടെ സിലബസ് പറഞ്ഞിട്ടില്ല. അബൂ തമാമിനെ കുറിച്ച് എന്തായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതേപോലെ തന്നെയാണ് മറ്റു പിന്നെ 2-3 ആളുകൾ. ഇപ്പൊ ഇബ്നു റൂമി പ്രസിദ്ധനായ ഒരു കവിയാണ് അബ്ബാസി കാലഘട്ടത്തിലെ. അതുപോലെ സ്വാഹിബ് അർ-റൂമിയാത്ത് എന്ന് പറയുന്ന കവിതാ സമാഹാരം എഴുതിയിട്ടുള്ള ആൾ ആരാണ്? അബു ഫിറാസ് അൽ ഹമദാനി. അപ്പൊ ഇങ്ങനെ പ്രസിദ്ധരായ ആളുകളെ എന്തായിരുന്നാലും നമ്മൾ നോക്കണം. കാരണം അവരെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വരും. ഓക്കെ. അതേപോലെ തന്നെ മുസ്ലിം ഇബ്നുൽ വലീദ് എന്ന് പറയുന്നതും ആ കാലഘട്ടത്തിലുള്ള പ്രസിദ്ധനായ ഒരു കവിയാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, മൊത്തത്തിൽ ഈ ഒരു പറയപ്പെട്ട സിലബസിൽ പറയപ്പെട്ടവ എന്തായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കുക. അതിനോടനുബന്ധമായി നമ്മൾ പ്രധാനമായി ഇപ്പൊ ഈ സിലബസിൽ പറയാത്ത എന്നാൽ പ്രധാനപ്പെട്ട ഏരിയകൾ അതെന്ത് ചെയ്യും, ക്ലാസ്സിൽ എന്തായിരുന്നാലും വരികയും ചെയ്യും. പിന്നെ അൻവാ ഉൻ നസ്റുൽ അദബി അൽ അബ്ബാസി എന്ന് വെച്ചാൽ ഗദ്യ സാഹിത്യത്തിലെ ഇനം. അപ്പൊ അതിലിപ്പോ മഖാമാത്ത്, തൗഖീഅത്ത്, അതേപോലെ തന്നെ ആ കാലഘട്ടത്തിലാണ് ട്രാൻസ്ലേറ്റഡ് വർക്കുകൾ വന്നിട്ടുള്ളത്. അപ്പൊ അതില്
ആ ട്രാൻസ്ലേഷൻ ഏരിയയിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവരെ കുറിച്ചാണ് നമ്മൾ അവിടെ പഠിക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഇബ്നുൽ മുഖഫ, അബ്ദുല്ലാഹി ഇബ്നു മുഖഫ എന്ന പേരിൽ അറിയപ്പെടുന്ന പിന്നെ ഇബ്നു മുഖഫ. അപ്പോ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, എന്തായിരുന്നാലും പഠിക്കണം. പിന്നെ പ്രധാനപ്പെട്ട ചില വർക്കുകൾ എന്ന് വെച്ചാൽ പുസ്തകങ്ങൾ, അതിലേതൊക്കെയാണ്? കിതാബുൽ അഗാനി, അതേപോലെ തന്നെ അൽ ബയാൻ വത്തബീൻ, അഖ്ദുൽ ഫരീദ്, പിന്നെ മുഖദ്ദിമ ഇബ്നു ഖൽദൂൻ, അൽ ജാഹിദ്, ഇബ്നു മുഖഫ, ഹരീരി, ഹമദാനി. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുടെ ഈ ഗദ്യസാഹിത്യത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് ആളുകൾ അവിടെ എണ്ണി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതേപോലെ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം. പിന്നെ മറ്റു വൈജ്ഞാനിക മേഖലകൾ, അതിലിപ്പോ ഇൽമുൻ നഹവ്, അതേപോലെ തന്നെ ഇൽമുൽ അറൂദ്, അതൊക്കെ ഈ ഒരു അബ്ബാസി കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു പ്രധാന ആ ഒരു കലയായി രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. അതേപോലെ ഫിഖ്ഹ്, അതിന്റെ വളർച്ച, അൽ അഇമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമുമാരെ കുറിച്ച് നമ്മൾ പഠിക്കണം. പിന്നെ ഹദീസ് ഗ്രന്ഥങ്ങൾ, അതിൽ തന്നെ അൽ കുത്തുബുസിത്ത, അൽ കുത്തുബുസിത്തയിൽ വരുന്ന 6 ഗ്രന്ഥങ്ങൾ, അതാണ് സിഹാഹുസിത്ത എന്ന രൂപത്തിൽ നമ്മൾ സാധാരണ പറയാറുള്ളത്. പിന്നെ ഫിലോസഫിയിൽ അതില് പ്രധാനപ്പെട്ട ആളുകളാണ് ആരൊക്കെ? ഇബ്നു റുഷ്ദ്, ഇബ്നു സീന, ഇബ്നു ഖൽദൂൻ, അതേപോലെ തന്നെ ഗസ്സാലി, അബു ഹാമിദ് അൽ ഗസ്സാലി. ഇവരൊക്കെ ഇതിൽ അറിയപ്പെട്ട ആളുകളാണ്. എന്നാൽ ഇതിൽ വരാത്ത, നമ്മൾ എന്തായിരുന്നാലും നോക്കേണ്ട 1-2 ആളുകൾ കൂടിയുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് സാധാരണ എക്സാമിൽ ചോദിക്കുന്ന ആളാണ്, ആരാണ് എന്താണ് ഇസ്ലാമിക് ഫിലോസഫിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആരാണ്? ആര്? അതെ, ഫാറാബിയാണ്. ഫാറാബിയാണ് ഇസ്ലാമിക് ഫിലോസഫിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അതിപ്പോ കഴിഞ്ഞ വർഷം 2023 HSST എക്സാമിനേഷന് ചോദ്യമായി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് അതുകൂടി നമ്മൾ ഈ സിലബസിൽ ഉള്ളതിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് പഠിക്കണം. അപ്പൊ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അതൊക്കെ എന്ത് ചെയ്യും, ഓരോ ഏരിയയും ചർച്ച ചെയ്യുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടെ നമ്മുടെ ക്ലാസ്സുകളിൽ വരുന്നതായിരിക്കും. പിന്നെ അൽ ഹസ്റുൽ ഹദീസ്, ആധുനിക കാലഘട്ടം, അതിലിപ്പോ ഈ സാഹിത്യ രംഗത്തുണ്ടായിട്ടുള്ള ചില ട്രെൻഡുകൾ, അതേപോലെ തന്നെ ചില മദ്ഹബുകൾ, അവയെക്കുറിച്ച് ഇപ്പൊ അതിലിപ്പോ ഹറക്കത്തു ദീവാൻ, അതേപോലെ തന്നെ ഹറക്കത്തു അപ്പോളോ, റാബിത്തത്തുൽ ഖലമിയ, മുസ്ബത്തുൽ ഉന്ദുലുസിയ, ഇതൊക്കെ നമ്മൾ പഠിച്ചതും കേട്ടതൊക്കെ തന്നെയാണ്. എന്നാൽ ആ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി അതിന്റെ കൃത്യമായ വർഷങ്ങൾ, അതേപോലെ തന്നെ ആ സംഘടനകളുടെ പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്, അതിന്റെ ആദ്യത്തെ നേതൃനിരയിലുണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ആധുനിക കാലഘട്ടത്തിൽ പറയുമ്പോൾ പ്രധാനമായും 2 ഏരിയകൾ, കവിതയും അതേപോലെ തന്നെ ഗദ്യവും. അതിൽ പ്രധാനപ്പെട്ട കവികളെ കുറിച്ച്, അതുപോലെ തന്നെ ഗദ്യ സാഹിത്യത്തിലാവുമ്പോൾ അതിൽ പ്രധാനമായി വരുന്നത് ഒന്നിപ്പോ റിവായ, ഖിസ്വ, മസ്രഹിയ, മക്കാലാത്ത്, അതേ ഇത്രയും ഏരിയകൾ. ഈ 4 ഏരിയകളിലുമുള്ള പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച ആളുകളായിരിക്കും, എന്നാലും അവരെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പൊ ചിലരെ കുറിച്ച് നന്നായിട്ട് നമ്മൾ നോക്കേണ്ടി വരും. എപ്പോഴും നമുക്ക് അറിയുന്ന ചില പോയിന്റ്സ് ഉണ്ടാവും. ഇപ്പോ ഷാഇറുന്നീൽ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയും, അല്ലെ? ഹാഫിൽ ബക്ക് ഇബ്രാഹിം എന്നെല്ലാവരും പറയും. അതേപോലെ തന്നെ അമീർ ഷാറ എന്ന് പറയുമ്പോൾ അഹമ്മദ് ഷൗക്കി എന്നറിയാത്ത ആരും ഉണ്ടാവില്ല. എന്നാൽ ആ പറയപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ, ഇപ്പൊ അതേപോലെ തന്നെ ബാറൂദി, റബ്ബു സൈഫി വൽ ഖലം എന്ന പേരിൽ അറിയപ്പെടുന്ന ബാറൂദി. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് കോമൺ ആയി അറിയുന്ന ചില പോയിന്റ്സ് ഉണ്ടാവും, പക്ഷെ അത് മാത്രം പോരാ അവരെ കുറിച്ച്. ഉദാഹരണമായിട്ട് ഇപ്പോ നജീബ് മഹ്ഫൂദിനെ കുറിച്ച് അറിയാത്ത മിക്കവാറും ആരും ഉണ്ടാവില്ല. ഏത് രംഗത്താണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്? ആദ്യമായിട്ട് അറബി സാഹിത്യത്തിൽ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള ആൾ എന്ന അർത്ഥത്തിൽ എല്ലാവർക്കും അറിയും. അതിന്റെ വർഷം ചോദിച്ചാലും ഒരുപക്ഷെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. ഏത് വർഷമാണ്? 1988 എന്ന്. അത് ഒരുപക്ഷെ മറന്ന ആളുകൾ പോലും ഇതിപ്പോ കേട്ടപ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരും. അപ്പോ അത് അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ കഴിഞ്ഞ വർഷങ്ങളിൽ PSCക്ക് ചോദിച്ചത് അങ്ങനെ കുറച്ച് ഈ ഒരു ഏറ്റവും എല്ലാവർക്കും അറിയുന്ന ഈ പോയിന്റ്സ് അല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ
ഒന്ന് രണ്ട് വർക്കുകൾ, അത് ഏത് ഏരിയയിലുള്ള വർക്കാണ് എന്ന രൂപത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അദ്ദേഹത്തെ കുറിച്ച് അല്പം ആ പിന്നെ കോമൺ ആയി നമുക്ക് അറിയുന്ന കാര്യങ്ങൾക്ക് പുറമെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ ചെറിയ ഒരു ധാരണ നമുക്കുണ്ടാവണം. എന്ന് വെച്ച് ഈ പറയപ്പെട്ട എല്ലാവരെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ളതല്ല. എന്നാൽ എങ്ങനെ ചോദിച്ചാലും നമ്മൾ ആൻസർ ചെയ്യാൻ റെഡി ആയെങ്കിൽ മാത്രമേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PSC റാങ്ക് ലിസ്റ്റിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വരും. പക്ഷെ അതല്ല നമുക്ക് ആവശ്യം. ആദ്യ റാങ്കുകളിൽ വരിക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ ഉയരണമെങ്കിൽ അല്പം നന്നായിട്ട് തന്നെ നമ്മൾ പഠിക്കണം. അപ്പൊ അതിനിടയിൽ നമ്മോട് പല രൂപത്തിൽ പറയുന്ന ആളുകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഫോക്കസ് അക്കാദമിയിൽ ഈ സമീപകാല റിസൾട്ടുകളിൽ വന്ന ആളുകളോടൊക്കെ ചോദിച്ചാൽ അവർക്കൊക്കെ പറയാനുള്ളത്, ആദ്യ റാങ്ക് കിട്ടിയവർക്കൊക്കെ പറയാനുള്ളത്, അവർ അധ്വാനിച്ചതിന്റെ, അതേപോലെ തന്നെ അവർ സമയം ചെലവഴിച്ചതിന്റെ ചരിത്രം അവർക്ക് പറയാനുള്ളൂ. അതിനിടയിൽ നമ്മോട് ചിലപ്പോൾ പറയും അങ്ങനെയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ അത്തരം പിന്നെ വാദങ്ങളെയൊക്കെ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാൻ മാറ്റിവെക്കാം. നമുക്ക് ആവശ്യം എങ്ങനെ PSC ചോദിച്ചാലും അതിൽ എന്ത് ചെയ്യണം, നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുക. ആ രൂപത്തിൽ നമ്മൾ വളരുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു രംഗത്ത് കാണിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഉത്തമമായ ബോധ്യം എന്ന് പറയുന്നത്. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആദ്യ റാങ്കുകളിൽ എത്താൻ പറ്റുള്ളൂ. എല്ലാവർക്കും കിട്ടുന്ന ആൻസറുകൾ നമുക്കും കിട്ടുന്നു, പക്ഷെ അതുകൊണ്ട് കാര്യമല്ല. എന്ന് വെച്ചാൽ ഏകദേശം എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നമുക്കും കിട്ടുന്നു, അതിലപ്പുറം ചിലർക്ക് കിട്ടാത്തതുണ്ടാവും. അതുകൂടി നമുക്ക് കിട്ടുമ്പോഴേ 100 ക്വസ്റ്റ്യൻസിൽ ഒരു പക്ഷേ 80 മാർക്ക് അറബിക്ക് വരുമ്പോൾ അതിലൊരു 60 മാർക്ക് മിക്കവാറും അല്പം നോക്കിയ ആളുകൾക്കൊക്കെ കിട്ടുന്നതായിരിക്കും. അതിന് മുകളിൽ വരുന്ന ഓരോരോ മാർക്കുകളും അല്പം ആഴത്തിൽ നോക്കിയ ആളുകൾക്കേ കിട്ടുള്ളൂ. അതിൽ ഞാനും നിങ്ങളും ഉണ്ടാവുന്നു എങ്കിൽ മാത്രമാണ് നമ്മൾ ആദ്യ റാങ്കുകളിൽ എത്തുക എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ അല്പം നോക്കേണ്ട ഏരിയകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ നൽകും. അത് ആ രൂപത്തിൽ തന്നെ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇൻഡോ അറബിക് ലിറ്ററേച്ചർ അൽ അദബുൽ അറബി അൽ ഹിന്ദി, അതില് ഇതേപോലെ തന്നെ ഷിയാറും നസറും, ഗദ്യ സാഹിത്യവും പദ്യവും 2 ഏരിയയിൽ നമുക്ക് വരുന്നുണ്ട്. അതിൽ അദബുൽ മുഖാവമ. അദബുൽ മുഖാവമ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള അറബി സാഹിത്യങ്ങൾ. അതിപ്പോ ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫലസ്തീനിലൊക്കെ സാധാരണ നമുക്ക് എപ്പോഴും പഠിക്കാനുണ്ടാവുന്നതാണ് അദബുൽ മുഖാവമ. അതേപോലെ ഇന്ത്യയിലും അധിനിവേശത്തിനെതിരെ നടത്തിയിട്ടുള്ള ഈ ഒരു സാഹിത്യ രംഗത്തുള്ള പിന്നെ സംഭാവനകൾ, അതിലിപ്പോ പ്രധാനപ്പെട്ട ആളുകളാണ് ഗുലാം അലി ആസാദ് അൽ ബലഗറാമി, അതേപോലെ തന്നെ മറ്റു ചില കവികൾ, ഷാ വലിയുള്ള അദ്ദഹ്ലവിയെ പോലെ, അബ്ദുൽ ഹയ്യുൽ ഹസനി, അബുൽ ഹസൻ അലി അൻ നദവി. അതെ, നമുക്കിപ്പോ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ വെളിയങ്കോട് ഉമർ ഖാദിയെ പോലെ, ഇങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ കുറച്ച് ആളുകളെ ഇവിടെ പ്രത്യേകമായി എണ്ണി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. അൻവർ ഷാ അൽ കശ്മീരി, അബ്ദുൽ ഹക്ക് മുഹദ്ദിസ് ദഹ്ലവി, സൈനുദ്ദീൻ അൽ മഖ്ദൂം അൽ കബീർ, അതേപോലെ തന്നെ സൈനുദ്ദീൻ മഖ്ദൂം അസ്വഗീർ, ഖാദി ഉമർ അൽ ബിലങ്കൂത്തി, അതേപോലെ തന്നെ റമലാൻ അഷാലിയാത്തി എന്ന് വെച്ചാൽ ഖാലി മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള റമലാൻ അഷാലിയാത്തി, മുഹിയുദ്ദീൻ അൽ ആലുവായി, പലപ്പോഴും ചോദിക്കാറുള്ള ഒരു വ്യക്തിത്വമാണ് മുഹിയുദ്ദീൻ അൽ ആലുവായി. അതേപോലെ ഈ സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ, അതേപോലെ തന്നെ അസ്വഗീർ, ഇവരൊക്കെ ആയി ബന്ധപ്പെട്ട് സാധാരണ ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് പുതുമയുള്ള ഒന്നും അല്ല, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. അപ്പൊ കേട്ടിട്ട് നേടിയ ആളുകളാണ് നിങ്ങൾ, അതുകൊണ്ട് കൂടുതൽ പറയേണ്ടതില്ല. അതിന് നമ്മൾ നോക്കിയത് തന്നെയാണ്. പക്ഷെ അതൊക്കെ ഒന്നുകൂടെ വ്യവസ്ഥാപിതമായി നമ്മൾ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ചില വർക്കുകൾ ഈ പറയപ്പെട്ട ആളുകളുടേത് തന്നെയാണ്. അതിലിപ്പോ സുബ്ഹത്തുൽ മർജാൻ, അതേപോലെ തന്നെ നുസ്ഹത്തുൽ ഖവാത്തിർ, റിജാലുൽ ഫിക്രി വദ്ദഅവ, തുഹ്ഫത്തുൽ മുജാഹിദീൻ, അദ്ദഅവത്തുൽ ഇസ്ലാമിയ്യ ഫി ശിബ്ഹിൽ ഖാറത്തിൽ ഹിന്ദിയ. ഇങ്ങനെ ഇവിടെ ഇപ്പോ ഒരു 5 പുസ്തകമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിനോടനുബന്ധമായിട്ട് ഒരു 3-4 ഗ്രന്ഥങ്ങൾ കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് ക്ലാസ്സിൽ വരും. അപ്പോൾ ഈ ഏരിയകളൊക്കെയാണ് നമുക്ക് സിലബസിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് പിന്നെ തദ്രീസുൽ ലുഗ അൽ അറബിയ്യ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശം അറബിക് പെഡഗോജിയുമായി ബന്ധപ്പെട്ട ഏരിയയാണ്.
അപ്പൊ ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് ക്ലാസ് വരാനുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതില് ഈ ഏരിയയെ കുറിച്ച് തന്നെ ആദ്യമായി നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ നൽകിയിട്ടാണ് ഇതിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് കാണിച്ച് പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ഏരിയയും പഠിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഓരോ ഏരിയയെ കുറിച്ചും കൃത്യമായ ക്ലാസ്സും ആ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ കൃത്യമായി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു, കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് ഈ കോഴ്സിനോട് കൂടെ നിങ്ങൾ സഞ്ചരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം എന്നുള്ളത് പ്രത്യേകമായി ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. പിന്നെ അടുത്തത് ട്രാൻസ്ലേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അത്തർജുമ വൽ മുവാസലാത്ത്. അതിലിപ്പോ ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക്, അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഉള്ള ട്രാൻസ്ലേഷൻസ്, അതും ഇപ്പൊ സമീപകാല എക്സാമുകളിൽ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതില് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് തന്നെ ആ ഏരിയയിലും ലഭിക്കുന്നതായിരിക്കും. പിന്നെ അടുത്തത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ്, അതേപോലെ തന്നെ ഹാൻഡ് ബുക്ക്, അധ്യാപകരുടെ കൈപുസ്തകം, ഇവ രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നോക്കേണ്ടതുണ്ട്. അപ്പൊ അതിലും നമ്മൾ സ്വന്തമായിട്ട് നോക്കുക, അതോടൊപ്പം തന്നെ അതിൽ നിങ്ങൾക്ക് ആ ഏരിയയിലുള്ള ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊന്ന് പിന്നെ കോംപ്രിഹെൻഷൻ ആണ്. അതാണ് ഇപ്പോൾ ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്, ഇസ്തിആബുൻ നുസൂസ് അൽ അറബിയ അൽ ഗൈർ അൽ മഅലൂഫ മിനൻ നസരി വശ്ശിആർ. അതും കേട്ടിട്ട് എഴുതിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി പരിചയമുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപക്ഷെ ചിലപ്പോൾ പരിചയമുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് പുസ്തകത്തിൽ നിന്ന് എന്ത് ചെയ്യുക, ഒന്നുകിൽ ഒരു പാരഗ്രാഫ് എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഒരു കവിത എടുത്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പൊ അതിൽ വരുമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോ ചില എക്സാമുകളിൽ അങ്ങനെ വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ഏരിയയാണ് നമ്മുടെ സിലബസ് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത്. എന്നാലോ ഇത് മാത്രമാണ് എന്ന് വിചാരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മോടിങ്ങനെ നമ്മൾ പഠിക്കുന്നതിനെ പിന്നോട്ട് വലിക്കാനായിട്ട് ചിലർ വരും. എന്നിട്ട് പറയും, എവിടെയാണ് പഠിക്കണത്, ഫോക്കസിലാണല്ലേ, അവിടെ കുറച്ച് ക്ലാസ് കൂടുതലാണ്, അവിടെ കുറച്ച് നോട്ട് കൂടുതലാണ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഇപ്പൊ ഇവിടെ ഈ സിലബസ് തന്നെ കൊടുത്തിട്ട് ഇതിന്റെ അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദി ടോപ്പിക്സ് ഡീറ്റെയിൽഡ് അബോവ്. ഇപ്പോ മുകളിൽ എന്ത് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്കിവിടെ ലഭിച്ചു. ഇനി ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ടോപ്പിക്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മൾ ഓരോരുത്തരും ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സാം നമുക്കറിയാം. അഥവാ ഈ ഒരു LP അറബിക്കിന് അല്ലെങ്കിൽ UP അറബിക്കിന് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ പ്രിലിമിനറി പ്ലസ് കേട്ടറ്റ്, അതല്ലെങ്കിൽ ഡിഗ്രി പ്ലസ് കേട്ടറ്റ്, ഇതൊക്കെയാണല്ലോ യോഗ്യത. അപ്പോ ആ ഡിഗ്രിക്ക് നമ്മൾ എന്താണോ പഠിച്ചിട്ടുള്ളത്, ആ സമയത്ത് പഠിച്ചതെല്ലാം ആ ഭാഗത്ത് നിന്നെല്ലാം നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട്, അവസാനം പ്രത്യേകമായി പറയുന്നുണ്ട്. ഇനിയോ, ഇവിടെ ഈ സിലബസിൽ പറയപ്പെട്ട ഏരിയ, ആ ഏരിയയിൽ നിന്ന് പൂർണ്ണമായും എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവോ, അതും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അതൊക്കെ ചോദ്യമിടുന്ന ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കും. അതാണ് ഇവിടെ അവസാനം പറഞ്ഞത്, there is no undertaking that all the topics above may be covered in the question paper. എല്ലാ ഏരിയയും കവർ ചെയ്തോളണമെന്നില്ല. ഓക്കെ, അപ്പോ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് തോന്നുകയാണെന്ത്, ഞാൻ ഇന്നാലിന്ന ഏരിയയിൽ നിന്ന് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന് അയാൾ വിചാരിച്ച് പിന്നെ വേറെ 2-3 ഏരിയയും ഫോക്കസ് ചെയ്താൽ അങ്ങനെ ഒരു പക്ഷെ ക്വസ്റ്റ്യൻ വരുള്ളൂ. അതൊക്കെ നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ച് നിൽക്കും. ഒരുപക്ഷെ നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്ത ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് അവിടെ ഭാഗ്യം ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്യാത്തെങ്കിൽ നോക്കാത്ത ഒരു ഏരിയയിൽ നിന്ന് വന്നാലോ നമുക്ക് അവിടെ നഷ്ടം ഉണ്ടാവും. അപ്പൊ പിന്നെ അതിനുള്ള ഒരു പോംവഴി എന്താ, നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന സമീപനം, പരമാവധി എന്ത് ചെയ്യാം, നമുക്ക് ഇതുവരെ വന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അനാലിസിസ് ചെയ്ത് അതനുസരിച്ച് നല്ല ഒരു നോട്ട് ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ്സുകൾ ആ രൂപത്തിലുള്ളതായിരിക്കും. അത് പരമാവധി നമുക്ക് അറബിക് PSC എക്സാമിൽ ചോദിക്കാവുന്ന ഏരിയകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി അനാലിസിസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ അധ്യാപകരും നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ അതനുസരിച്ച് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ എത്തിയ ആളുകളെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളത്. ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ്
നമുക്ക് നന്നായിട്ട് പഠനവുമായി മുന്നോട്ട് പോവാം. ഇനി ഏതാനും ചില ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഒരു ചോദ്യം ഇപ്പോൾ കഴിഞ്ഞ വർഷം HSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അഷാഇറുൽ ജാഹിലി അല്ലദി ഹാറബ ഫി ഹർബിൽ ബസൂസ് ഹുവ. ജാഹിലി കാലഘട്ടത്തിലെ ഒരു കവി എങ്ങനെയുള്ള കവിയാണ്? അല്ലദി ഹാറബ ഫി ഹർബിൽ ബസൂസ്. അക്കാലഘട്ടത്തിലെ പ്രസിദ്ധമായ ഒരു യുദ്ധമാണല്ലോ ഹർബുൽ ബസൂസ്. അതില് യുദ്ധം ചെയ്തിട്ടുള്ള പ്രസിദ്ധനായ ഒരു കവി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ആൻസർ എല്ലാവരും ചെയ്യുന്നത് ഓപ്ഷൻ ബി ചെയ്യുന്നവരുണ്ട്. അതിനിടയിൽ ഓക്കെ, ഒട്ടുമിക്ക ആളുകളും ബി ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ കാണിക്കുമ്പോ ഒരുപക്ഷെ ഇതൊക്കെ പറയുന്നതാണല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവും. നമ്മുടെ എല്ലാ ലൈവ് സെഷനുകളിലും ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇത് അറിയുന്നതാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ നോക്കി നിന്നത് കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല. ഇന്നിപ്പോ ഈ ആദ്യ ദിവസം തന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ആ കാര്യമാണ്. നമുക്കിപ്പോ നമ്മുടെ മുമ്പിൽ കുറച്ച് ദിവസങ്ങളാണുള്ളത്. ആ സമയത്ത് നമ്മൾ മിക്കവാറും ലൈവ് ക്ലാസ്സുകളിൽ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ലൈവ് ക്ലാസ്സിലുണ്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ടൈപ്പ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. എ ആണ് തോന്നുന്നെങ്കിൽ ABCD. അത് എന്തിനു ചോദിച്ചാൽ ഇനിയിപ്പോ അറിയാത്തതാണെന്ന് വിചാരിച്ചോളൂ, എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ആൻസർ ചെയ്ത് നമ്മൾ കൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ആ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.25 മണിക്കൂറൊക്കെ ലൈവ് സെഷനിൽ ഇരുന്നതിന്റെ ഫലം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇരുന്നതിൽ ഒരു 1/4 മണിക്കൂർ പോലും ആ ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഓരോ അധ്യാപകരും ക്ലാസ് എടുക്കുമ്പോൾ ഇടക്കിടക്ക് ഇതേപോലെ ആ ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ വരാൻ സാധ്യതയുള്ള പ്രധാന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഈ ഡിസ്കഷനുമായി മുന്നോട്ട് പോകുന്നത്. 2019 ഏകദേശം ഫോക്കസ് അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നത്. മുൻ മാതൃകയൊന്നും ഈ രംഗത്തില്ല. എന്നാൽ ഇന്ന് ഒരുപാട് അക്കാദമികളും മറ്റൊക്കെ ഉള്ളപ്പോൾ അവർക്കൊക്കെ മാതൃകയും അൽഹംദുലില്ലാ ഫോക്കസ് അക്കാദമി തന്നെയാണ് ഈ മേഖലയിൽ. ഈ ഒരു മെത്തേഡ് സ്വീകരിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അൽഹംദുലില്ലാ നല്ല രൂപത്തിൽ പഠിക്കാനും അതേപോലെ തന്നെ ലൈവായിട്ട് പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്താണ്. ശരിയാണ്. അപ്പൊ എല്ലാവരും ആൻസർ ചെയ്തതുപോലെ മുഹൽഹിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരെന്താണ്? മുഹൽഹിൽ എന്ന് അദ്ദേഹം അറിയപ്പെട്ട പേരാണ്. യഥാർത്ഥ പേരെന്താണ്? ആർക്കും പറയാം, വേഗം പറയും. ആർക്കും അറിയില്ല. മുഹൽഹിൽ ഇബ്നു റബിയ. മുഹൽഹിൽ ഇബ്നു റബിയ. അപ്പോഴും അദ്ദേഹത്തിന്റെ പേരായിട്ടില്ല. ശരി, അപ്പോ ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളൂ. ഇനി അറിയാത്തത് കൊണ്ട് നമ്മൾ അവിടെ പ്രയാസപ്പെടുന്നു വേണ്ട. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് അതൊക്കെയാണ്. എന്നുവെച്ചാൽ ഇത് നമുക്ക് മിക്കവാറും ഇപ്പൊ എല്ലാവർക്കും ഏകദേശം അറിഞ്ഞൊരു പോയിന്റ് ആണ്. ഹർബുൽ ബസൂസിൽ പങ്കെടുത്തിട്ടുള്ള കവിയാണ് ഇദ്ദേഹം, മുഹൽഹിൽ എന്നറിയാം. ഇനി അദ്ദേഹത്തിന്റെ പേരും ഒരുപക്ഷെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ മറന്നുപോയതാവും. അതെ, അദി ഇബ്നു റബീഅ എന്നാണ് പേര്. അപ്പോ നമുക്ക് ജാഹിലി കാലഘട്ടത്തിലെ പ്രസിദ്ധനായ ഒരു കവി എന്ന അർത്ഥത്തിൽ ഇദ്ദേഹത്തെ കുറിച്ച് പ്രധാനപ്പെട്ട എല്ലാം വേണ്ട, എന്നാൽ ചോദ്യമായി വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഏതുപോലെ ഇപ്പൊ അൽ മുഹൽഹിൽ ഇബ്നു റബീഅ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അദി ഇബ്നു റബീഅ എന്നാണ്. അതോടൊപ്പം അബൂ ലൈല എന്ന ഒരു കുനിയത്ത് അദ്ദേഹത്തിനുണ്ട്. അപ്പോ അബൂ ലൈല, അദി ഇബ്നു റബീഅ. ഇനി അദ്ദേഹം തഗ്ലബുകാരനാണ്. അപ്പൊ അത്തഗ്ലബി. അങ്ങനെ ഒരു ഒറ്റ സെന്റൻസ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ചിലപ്പം അദി ഇബ്നു റബീഅ ഷാഇറുൻ ജാഹിലിയുൻ അന്നഹു കാന ഫി ഖബീലത്തി ഡാഷ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ വരും. അപ്പൊ കബീല ചിലപ്പോൾ ചോദിക്കും. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് വരണമെങ്കിൽ അദി ഇബ്നു റബീഅ അത്തഗ്ലബി എന്നോ അല്ലെങ്കിൽ മുഹൽഹിൽ ഇബ്നു റബീഅ അത്തഗ്ലബി എന്ന് നമ്മൾ സെന്റൻസ് ആയി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ എന്തായിരുന്നാലും അവിടെ കൊടുത്തിട്ടുണ്ടാവും തഗ്ലബ് അല്ലെങ്കിൽ ബനു ബക്കർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ നമുക്ക് അവിടെ കിട്ടും. അപ്പൊ ഇങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ജാഹിലി ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ഇനി അടുത്തൊരു ചോദ്യം. ഈ 2024 കഴിഞ്ഞ വർഷം LP എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ അറ്റൻഡ് ചെയ്തൊരു എക്സാം കൂടിയായിരിക്കും. വഖഅത്ത് ഹർബുൽ ബസൂസ്. അപ്പോ ആ യുദ്ധത്തെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. ആരൊക്കെ തമ്മിലാണ് ഈ ഹർബുൽ ബസൂസ് നടന്നിട്ടുള്ളത്? ഏത് കബീലകൾ തമ്മിലാണ്? ഓക്കെ, അതെ, തഗ്ലബും ബക്കറും തമ്മിലാണ് അല്ലെ. ബക്കർ തഗ്ലബ്, അങ്ങനെ ആയിരിക്കും മിക്കവാറും എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവുക.
ബക്കർ, തഗലബ്, ഹർബുൽ ബസൂസ്. അപ്പൊ ഇതേപോലെ പ്രധാനപ്പെട്ട ചില യുദ്ധങ്ങൾ ജാഹിലി കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ സാധാരണ എക്സാമുകളിലേക്ക് ചോദിക്കാറുള്ളത് 4 യുദ്ധങ്ങളാണ് സാധാരണഗതിയിൽ നമുക്ക് ഓർത്തു വെക്കേണ്ടത്. ഏതൊക്കെയാണ് ഇതിന് പുറമെ? ബസൂസിന് പുറമെ പിന്നെ ഏതാ ഉള്ളത്? ദാഹിസ് വൽ ഖബ്റാ, പിന്നെ ഹർബുൽ ഫിജാർ, ഹർബുൽ ഫിജാർ, ഇനി ഏതെങ്കിലും ഉണ്ടോ? ഹർബുൽ ഫിജാർ, ഹർബു ദീഖാർ. അതും ഒരു വർഷം നെറ്റിനും അതേപോലെ ഒരു വർഷം കേട്ടറ്റിനും അതുമായി റിലേറ്റഡ് ആയി ചോദ്യം വന്നിട്ടുണ്ട്. ഹർബു ദീഖാർ. അപ്പോ 4 യുദ്ധങ്ങൾ. ഇതല്ലാത്ത യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ സാധാരണ ചോദിക്കാറുള്ള 4 യുദ്ധങ്ങൾ. അപ്പൊ അത് ആരൊക്കെ തമ്മിലാണ് നടന്നിട്ടുള്ളത്? ഇപ്പൊ ഇവിടെ അബ്സും ദുബിയാനും തമ്മിൽ നടന്ന യുദ്ധമാണ് ദാഹിസ് വൽ ഖബ്റാ. അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഹർബു സിബാഖ്. ഓക്കെ. പിന്നെ ഈ പറയുന്ന 4, ഇപ്പൊ ഹർബുൽ ബസൂസ്, അതേപോലെ തന്നെ ദാഹിസ് വൽ ഖബ്റാ, ഹർബുൽ ഫിജാർ, ഹർബു ദീഖാർ. ഓക്കെ. അപ്പൊ ഇങ്ങനെ 4 പ്രസിദ്ധമായ യുദ്ധങ്ങൾ. ഞാനിപ്പോ ഈ 2 ചോദ്യം കാണിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും വരുന്ന ഭാഗങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അപ്പൊ ഇത് ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് പിന്നെ കഴിഞ്ഞ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അതൊന്നുകൂടി പൊടി തട്ടിയെടുത്ത് പിന്നെ ഏതൊക്കെയാണ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടവ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഉദാഹരണമായിട്ട് ഹർബുൽ ബസൂസ് എന്ന് പറയുമ്പോൾ അവിടെ തഗലബും ബക്കറും തമ്മിലാണ് നടന്നിട്ടുള്ളത്. ഇനി ആ യുദ്ധത്തിലെ ഹീറോ ആരായിരുന്നു? ഹീറോ? അതെ, അദിയ്യിബ്നു റബീഅ അല്ലെങ്കിൽ മുഹൽഹിൽ ഇബ്നു റബീഅയാണ് അതിലെ ഹീറോ ആയിട്ടുള്ളത്. എത്ര വർഷമാണത് ഏകദേശം നീണ്ടു നിന്നിട്ടുള്ളത്? 40 വർഷമാണ് ആ യുദ്ധം നീണ്ടു നിന്നിട്ടുള്ളത്. അതേപോലെ ദാഹിസ് വൽ ഖബ്റാ, ഹർബുൽ ഫിജാർ, ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട 2-3 പോയിന്റ്സേ ഉള്ളൂ. അപ്പോ അത് നമ്മൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ഏരിയയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി ഇതിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ക്ലാസ്സുകൾ ലഭിക്കുന്ന സമയത്ത് മനസ്സിലാക്കാം. ഇനി ഓരോ ഏരിയയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിലുണ്ടായിരുന്നു, പക്ഷെ എന്നാലും സമയം നമുക്ക് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ ഏരിയയിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറും തിയറി ആയിട്ട് കുറെ ക്ലാസ്സുകൾ എടുത്തു പോവുക എന്നതിലപ്പുറം ഇതുവരെ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അനാലിസിസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും ലഭിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അവിടെ നമുക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും വേണ്ടത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, സിലബസ് കൃത്യമായി പഠിക്കുക. നമ്മൾ ഏത് ക്ലാസ്സിലും ഇപ്പൊ നസറുദ്ദീൻ സാറൊക്കെ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയും, സിലബസ് അതെന്ത് ചെയ്യാൻ, സിലബസ് നമ്മൾ പഠിക്കന്നെ വേണം. എന്ന് വെച്ചാൽ ഇപ്പോ അസ്റുൽ അബ്ബാസി എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം, അവിടെ നമുക്ക് പഠിക്കാനുള്ള ഓരോരോ കാര്യങ്ങൾ. എന്നാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ എങ്ങനെ ചോദ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സിലബസ് നന്നായിട്ട് പഠിക്കുക. പിന്നെ രണ്ടാമതായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് നമ്മൾ എന്ത് ചെയ്യണം, എന്തായിരുന്നാലും നോക്കണം. അപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പരതി പോവേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. എന്തുകൊണ്ട് വെച്ചാൽ മിക്കവാറും എല്ലാ ക്ലാസ്സുകളിലും ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്ന് വന്നത് ചർച്ച ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. എന്ന് വിചാരിച്ച് നിങ്ങൾ വേറെ നോക്കണ്ട എന്നല്ല. അപ്പോൾ ക്ലാസ് ആ ഏരിയ കവർ ചെയ്യുന്നതോടൊപ്പം തന്നെ PYQ കൂടി അനാലിസിസ് ചെയ്തു പോകുന്ന ഒരു രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുക. അപ്പോൾ നിങ്ങൾ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അങ്ങനെ എന്ത് ചെയ്യുക, ഓരോരുത്തരും പരമാവധി കൂടെ സഞ്ചരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ആദ്യ റാങ്കുകളിൽ എത്തണം. അപ്പൊ അതില് നമ്മുടെ മുമ്പിൽ ചില എന്തെങ്കിലുമൊക്കെ നെഗറ്റീവുകൾ ഉണ്ടാവും. ഒരുപക്ഷെ മുമ്പ് എഴുതിയ ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഞാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ നോക്കിയിട്ടും എവിടെ എത്തിയിട്ടില്ല, ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യം ഉണ്ടാവുമോ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ആകെ ഇപ്പോ 4 പോസ്റ്റാണ് ഇപ്പൊ ഉള്ളത് അല്ലെ, നമ്മുടെ മനസ്സിലേക്ക് പിന്നെ വരില്ലതായിരിക്കും. അതിനിപ്പോ എത്ര ആൾക്കാരെ മത്സരിച്ചുകൊണ്ടിരിക്കണത്. അവിടെ നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 4 പോസ്റ്റ് നമുക്ക് വേണ്ട, നമുക്ക് ആകെ വേണ്ടത് 1 പോസ്റ്റാണ്. അപ്പൊ അതിൽ ഒന്നാമത്തെ റാങ്ക് അത് എനിക്കുള്ളതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്ട് വിചാരിക്കുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇതേപോലെ എല്ലാവരും പഠിക്കൂലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ
PSC എക്സാം എന്ന് വെച്ചാൽ ഇത് ഇന്ന് മാത്രമല്ല ഉണ്ടാവുക. അപ്പൊ ഞാനൊക്കെ 2019 ഞാൻ ഈ ഫീൽഡൊക്കെ ഒഴിവാക്കി ബിസിനസ് ഫീൽഡിൽ ഏകദേശം ഒരു 5-8 വർഷം നിന്ന് പിന്നെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ ആ 2019 അപ്ലൈ ചെയ്ത് അന്ന് ഞാൻ വിചാരിച്ചു ഇനി ഒരു പക്ഷെ ഇനിയിപ്പോ ഇനിയൊന്നും എക്സാം എഴുതാൻ സാധിച്ചോളണമെന്നില്ല എന്ന് വിചാരിച്ചിടത്തുനിന്ന് പിന്നെ എത്രയോ എക്സാം PSC എക്സാം വന്നു. അതിൽ ഇതേപോലെ എഴുതുകയും ലിസ്റ്റിൽ വരാനൊക്കെ അൽഹംദുലില്ലാ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഇൻഷാ അല്ലാ ഇനിയും ഒരുപാട് PSC നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. അപ്പോ നമ്മൾ ഇപ്പോ നന്നായി പ്രിപ്പയർ ചെയ്താൽ ഒരു പക്ഷേ അഥവാ നമ്മൾ എന്ത് ചെയ്തു, നന്നായി പ്രിപ്പയർ ചെയ്തു, ആ ഒരു ആദ്യ റാങ്കിൽ നിന്ന് കുറച്ച് താഴെയാണെങ്കിലും അതിനോടനുബന്ധിച്ച് തന്നെ ഇനിയും എക്സാമ്പിൾ വരുമ്പോൾ അവിടെ നമ്മൾ ആദ്യത്തിലുണ്ടാവും. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇന്നലെ നിങ്ങൾ കേട്ട അനുഭവങ്ങളിലൊക്കെ നമുക്കുള്ള പാഠം അതാണ്. അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ചെറിയ വീഴ്ച വന്നു എന്നുള്ളത് കൊണ്ട് അവിടെ നിന്നില്ല, വീണ്ടും ആ വീഴ്ചയിൽ നിന്ന് അവിടെ തന്നെ കിടക്കാതെ എന്ത് എഴുന്നേറ്റ് നടന്നു. അല്ലെ, ചെറിയ കുട്ടികളെ പോലെ. നമ്മളൊക്കെ കുട്ടികളായ സമയത്ത് ഒരുപാട് വീണിട്ടുണ്ട്. അതേപോലെ കുട്ടികൾ നടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അവര് വീണിടത്ത് അവിടെ തന്നെ നിൽക്കാതെ വീണ്ടും എഴുന്നേറ്റു നടക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീഴുന്നു. പക്ഷെ അവിടെ തന്നെ നിൽക്കാതെ അവർ എണീറ്റ് നടന്നത് കാരണമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിൽ നമ്മൾ നടക്കുന്നത്. അതേപോലെ തന്നെ ആ കുട്ടികൾ ഓടി നടക്കുന്നത്. അതേപോലെ ചെറിയ ചെറിയ വീഴ്ചകൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അവിടെ തന്നെ കിടക്കല്ല, മറിച്ച് നമ്മൾ എഴുന്നേറ്റ് ഓടുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നമുക്കും നാളെ നിവർന്ന് നടക്കാൻ സാധിക്കും. PSC ആദ്യ റാങ്ക് ലിസ്റ്റുകളിൽ നമ്മൾ ഉണ്ടാവും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ ഒരു ക്ലാസ് ശ്രവിച്ച, ഇത്രയും സമയം ആക്റ്റീവായി പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ശുക്രൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും വലിസ്ഗാഇക്കും വ ഇലാഹുന അത്റുകുക്കും ഫി റായത്തില്ലാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.